ഹലോ, ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്തിൻ്റെ കുറച്ച് അല്ലറ ചില്ലറ വർക്കും കൂടെ നമുക്ക് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയൊക്കെയാണ് രാവിലെ മുതൽ നമുക്ക് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടിയൊക്കെ തീർക്കാനുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ദിവസം കൂടെ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുവാണ്. അപ്പോൾ അതിന് നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റായിട്ടുള്ള ദിവസമാണ്. ഇതിൻ്റെ പായലൊക്കെ കളയണം, അതുപോലെ തന്നെ മുറ്റമെല്ലാം വൃത്തിയാക്കണം, ഇവിടെ ഇച്ചിരി പെയിൻ്റ് അടിക്കണം എന്നൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ചെടിയെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ചെടിക്കൊക്കെ പെയിൻ്റ് അടിക്കണം എന്ന് ഓർത്ത് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ നടക്കുകയില്ല, കാരണം അതിനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. കാരണം ഈ മുറ്റത്തിൻ്റെ പരിപാടി എല്ലാം തീർക്കണം, പെരയ്ക്കകത്ത് കുറച്ച് എല്ലാം ഒന്ന് അടുക്കിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ സമയമാവും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് പവർ വാഷ്, കൂടി ഒരു ഹൈ പവറുള്ള പവർ വാഷാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ പായലും ചെളിയും എല്ലാം കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വേറെ ആളുടെ ഹെൽപ്പൊന്നും വേണ്ട, വലിയ വെയിറ്റോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്കിത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പലരും നമ്മളോട് പറഞ്ഞു പൈസയൊന്നും ആർക്കും കൊടുക്കുകയില്ലെന്ന്. ഈ പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്ത് കണ്ടിട്ട് കമൻറ്റ് പറഞ്ഞാണ് കേട്ടോ. അതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് തന്നെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പൈസയെ ലാഭിക്കാം, പിന്നെ നമ്മുടെ ആരോഗ്യവും നമുക്ക് സംരക്ഷിക്കാം അല്ലേ. നമ്മൾ ചുമ്മാ കയറി ഇവിടെ വീട്ടിലിരുന്ന് കഴിച്ചും കഴിഞ്ഞ് പുറത്ത് പണിക്കാരെ നിർത്തി ചെയ്യിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ചെയ്യാൻ കഴിയുന്നിടത്തോളം, ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് തന്നെ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ മുറ്റത്തിൻ്റെയൊക്കെ പരിപാടി തുടങ്ങിയിട്ട് 2-3 ദിവസമായി കേട്ടോ. കാരണം ഇവിടെ എല്ലാം അപ്പടി പായലും പിടിച്ച് പുല്ലും കാടും അല്ലായിരുന്നു. ആദ്യം അതെല്ലാം നമ്മളൊന്ന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇത് പായലും എല്ലാം ഒന്ന് കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് പെയിൻ്റ് അടിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ അതിനോടുള്ള സമയം കിട്ടുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്തായാലും നമ്മളിതെല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല പണിയാണ് കേട്ടോ. കുറച്ച് നേരം വേണം നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. കാരണം ഇങ്ങനെ കളഞ്ഞെടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് കുറേ മുറ്റമുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് കെട്ടിയേക്കുന്നതും എല്ലാം കുറേ ഏറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്നും ചെയ്ത് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചധികം സമയം വേണം. പിന്നെ വെള്ളം വേണം നമുക്കിപ്പം. വെള്ളം നല്ലതായിട്ട് ഉണ്ടെങ്കിൽ, വെള്ളം കുറവൊക്കെയാണ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട്, കിണറും കാര്യങ്ങളൊക്കെ നമുക്ക് മുറ്റത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ വെള്ളത്തിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ വെയിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പാടാം കേട്ടോ. ചില സ്ഥലത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല വെയിലത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്കും നമ്മൾ മടുത്തു പോകും. പിന്നെ നമ്മൾ ഇതിന് കുറച്ച് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട് കേട്ടോ. നമുക്ക് കണ്ണാടിയൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇല്ലേലും വലിയ പ്രശ്നം എനിക്ക് തോന്നിയില്ല, എന്നാലും നമ്മളിത് വെച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ പവറിന് നമ്മൾ വെള്ളം അടിക്കുമ്പോൾ കല്ലും മണ്ണും ചെറിയ ചെളിയും അതുപോലെ തന്നെ പുല്ലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കാലിലോട്ടൊക്കെയാണ് കൂടുതലായിട്ടും തെറിക്കുന്നത്. അപ്പോൾ നമുക്ക് വല്ല പാൻറ്റോ അല്ലെങ്കിൽ ഇതുപോലെ പാവാടയൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. നമ്മുടെ കാലിലോട്ടൊന്നും അധികമൊന്നും തെറിക്കൊന്നുമില്ല. നമ്മൾ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റിങ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു, രാത്രി 10 മണി. അപ്പോൾ നമ്മുടെ പെയിൻ്റ് അടി ഒന്നും തീർന്നിട്ടില്ല. അപ്പോൾ മുറ്റം വൃത്തിയാക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സൈഡിലൊക്കെ, അപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിൽ ഒരു ബോർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് ഭയങ്കരമായിട്ട് പായൽ പിടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം അടിച്ച് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് ഇപ്പോൾ അതേ പെയിൻ്റ് അടിക്കുവാണ്. 10 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പരിപാടിയൊക്കെ തീർത്തിട്ട് കിടക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തീരുമെന്ന് തോന്നില്ല, കാരണം നമുക്ക് മുറ്റത്തിന് കുറച്ചേറെ ബോർഡർ ഉള്ളതുകൊണ്ട് ഇത് തീരുന്ന ലക്ഷണമൊന്നുമില്ല. നല്ല ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ചെളിയും പായലും എല്ലാം പിടിക്കാനുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ പെയിൻ്റ് അടിച്ചാൽ മതി. പണിക്കാരെയൊക്കെ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് പൈസയും കൊടുക്കണം. വീണ്ടും 1 മാസം കഴിയുമ്പോൾ വീണ്ടും അവർക്ക് പൈസ കൊടുക്കണം. അപ്പം ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയായതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഇവിടെ എല്ലാം ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ തീരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അത് കഴിയുമ്പം ഇതെല്ലാം അടിച്ച് തീർച്ചയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി ഇപ്പുറത്തോട്ട് പോവാണ്. അപ്പോൾ ഞാൻ പെയിൻ്റ് അടിച്ചൊന്ന് കണ്ടോ, പെയിൻ്റ് അടിച്ച് നോക്കുന്നത് കണ്ടു.
നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പണികൾ നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ ഇതിൽ നല്ലത്. അപ്പോൾ ഇവിടെ രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇവർ ഉറങ്ങണോ എണീറ്റോ എന്നൊക്കെ. ഇവർ ഉറക്കി കിടത്തിയിട്ടാണ് നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് തന്നെ. രാത്രി നമ്മുടെ പെയിൻറ്റിങ് തീർന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നിട്ട് വീണ്ടും അതിൻ്റെ ബാക്കിയും കൂടെ അടിച്ച് തീർക്കുവാണ്. ഇന്നും കൊണ്ട് നമുക്ക് പണിയെല്ലാം തീർക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ റെസ്റ്റ് എടുക്കണമെന്നാണ് വിചാരിച്ചത്. തലേദിവസം പണിയെല്ലാം തീർത്തിട്ട് ഇന്ന് റെസ്റ്റ് എടുക്കണം. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങളൊന്നും തീർന്നില്ല. പെയിൻറ്റ് അപ്പെക്സ് അൾട്ടിമേറ്റ് പെയിൻ്റാണ് കേട്ടോ. നല്ല റേറ്റാണ്. പിന്നെ ഇടയ്ക്ക് 100 കൂട്ടം പണികളാണ്. ഇത് വില കൂടുതലാണെങ്കിലും നല്ല പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം കഴിയാറായി കേട്ടോ. ഈ ഒരു ഭാഗം കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ്ങും പരിപാടിയും എല്ലാം തീർന്നു. ഇനി ബാക്കിയൊക്കെ നമുക്കിനി ഒതുക്കി പെറുക്കി വെക്കുക എന്നുള്ളതാണ് ഇനി നമുക്കൊരു പണിയുള്ളത്. പെയിൻറ്റിങ് പരിപാടിയൊക്കെ നിർത്തുവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം പെയിൻ്റ് അടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കോലത്തിലാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ചെടിച്ചട്ടിക്ക് അടിക്കാനായിട്ട് കുറച്ച് പെയിൻ്റൊക്കെ മേടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഫുള്ള് നമുക്ക് പെയിൻറ്റ് ചെയ്ത് തീർക്കാനുള്ള സമയം കിട്ടിയില്ല. എന്നാൽ പോലും നമ്മൾ ഏകദേശം ഫ്രണ്ടിലൊക്കെ വെച്ചേക്കുന്ന കുറച്ച് ചട്ടിയൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അപ്പം ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.